അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാണ് വരുന്നത്, പുതിയ ആപ്ലിക്കേഷൻ പറ്റുമോ, ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താൻ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി 4 വർഷ കോഴ്സിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ ഡൗട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇതുവരെ അലോട്ട്മെൻറ്റിലൊന്നും വരാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഓൾറെഡി നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തതാണ്, പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ 3 അലോട്ട്മെൻറ്റിലും ഒരു കോളേജിലും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോളേജിൽ അലോട്ട്മെൻറ്റ് വന്നു, എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു, പക്ഷേ കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന കാറ്റഗറിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ അഡ്മിഷൻ എടുക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്ന കാറ്റഗറിയാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് അവിടെ പഠനം ആരംഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഡൗട്ടാണ്, ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, അതായത് ആദ്യം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ആ വെച്ച കോളേജ് തന്നെ കിട്ടി, അവിടെ തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റും. അത് അഡ്മിഷൻ എടുത്തവരാകട്ടെ എടുക്കാത്തവരാകട്ടെ, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആകട്ടെ, അല്ല ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ആർക്കും ഇതിൽ ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് എഡിറ്റ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള ഡേറ്റ് ഇന്നലെ മുതൽ 10-ാം തീയതി വരെയാണ്. എഡിറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഏത് ദിവസം വേണമെങ്കിലും അലോട്ട്മെൻറ്റ് വരാം. യൂണിവേഴ്സിറ്റി മേ ബി അതിനു മുമ്പ് ഷെഡ്യൂളുകൾ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. ഡേറ്റുകൾ എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഫീസ് അടയ്ക്കണമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികളാണ്. രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇനിയുള്ള സംശയം എന്ന് പറയുന്നത്, നിങ്ങൾ അഡ്മിഷൻ ഫീസ്, അതായത് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇനിയും യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അടയ്ക്കണോ എന്നുള്ള ഡൗട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി അടച്ചതിൻ്റെ റിസീപ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണും. നിങ്ങൾക്ക് ഇനി ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് മറ്റൊരു കോളേജ്, അതായത് ഏതാണോ നിങ്ങളുടെ കോളേജ്, ആ കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ
അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ ഇനി ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ടാണ്, ടി സി ഒക്കെ വാങ്ങിയിട്ടാണോ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കേണ്ടതെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പഴയ കോളേജിൽ നിന്ന് ടി സിയും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതി. അല്ലാതെ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കോളേജിൽ നിന്ന് ടി സിയോ സർട്ടിഫിക്കറ്റോ ഒന്നും മടക്കി വാങ്ങണ്ട. അത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമല്ല. നിങ്ങൾക്ക് ഒരു അടുത്ത അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ടി സിയോ മറ്റ് രേഖകളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓൾറെഡി നിങ്ങളെല്ലാം വെരിഫൈഡ് ചെയ്ത വിദ്യാർത്ഥികളാണ്. ഇനിയുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിലെ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ മറ്റ് ഇൻഫർമേഷനൊന്നും, അതായത് നിങ്ങളുടെ പേര് അങ്ങനത്തുള്ള ഡീറ്റെയിൽസുകളൊന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇന്നലെ നമ്മൾ ഇതിങ്ങനെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടായതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, അതായത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് അവർക്ക് ഓപ്ഷൻ കൊടുക്കാം. അല്ലാതെ അവരുടെ പ്രൊഫൈലിലുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നാണ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക്, അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാതെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് കാറ്റഗറി അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഹൗ ടു അപ്ലൈ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്യുന്ന വീഡിയോ, എഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ അത് നോക്കി എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എക്സാം റിസൾട്ടൊക്കെ വന്നാൽ ഞങ്ങൾക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പം നിലവിൽ ന്യൂ ആപ്ലിക്കേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ അനുസരിച്ച് എന്താണോ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ തരുന്നത് അതനുസരിച്ച് നമ്മളും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്